എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ, പാലസ്തീൻ, അതുപോലെ തന്നെ ലെബനോൻ, മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പ്രത്യേകം ഞാൻ എൻ്റെ ആദ്യ വീഡിയോകളിൽ ഓർപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ പല മീഡിയകളിലും അവർ സത്യസന്ധമായിട്ട് പറയാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാം അറിയുന്നത് പോലെ തന്നെ ഗാസയിലെ യുദ്ധം ഏതാണ്ട് അവസാനിച്ച് ഇസ്രയേൽ ഇപ്പോൾ ലെബനോൻ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അറിഞ്ഞതാണ്. നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് വാർത്തകൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലെബനോനിൽ നടന്നതായിട്ടുള്ള വളരെ രസകരമായിട്ടും എന്നാൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ യുദ്ധത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കുന്നത് പോലെ ലെബനോനിലെ ആ പേജർ ആക്രമണവും അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ വാക്കി ടോക്കി, അതുപോലെ തന്നെ സോളാർ പാനലുകൾ, അങ്ങനെ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഡിവൈസുകളൊക്കെയും തകർത്തുകൊണ്ട് ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ മേലൊരു ഒരു വലിയ അറ്റാക്ക് നടത്തിയത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ അതിനുശേഷം നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ ഇസ്രയേൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ബോംബ് ആക്രമണങ്ങളാണ് ലെബനോൻ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അത് ഏകദേശം 3 ദിവസങ്ങളോളമായിട്ട് അത് തുടർച്ചയായിട്ട് ശക്തമായിട്ടുള്ള ആക്രമണമാണ് അവിടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അനേകം പേരെ മരിച്ചതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ ഇത് കാണുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കിടന്ന് ഇപ്പോൾ പറയാറുണ്ട്, പലരും നിലവിളിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ചാവുന്നു, സ്ത്രീകൾ ചാവുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഇസ്രായേലിൻ്റെ ക്രൂരത എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചാനലുകളൊക്കെ കിടന്ന് കരയുകയാണ്. എന്നാലും നമ്മളൊരു കാര്യം ഓർക്കണം. ഇസ്രായേലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3D വീഡിയോസ് പുറത്തു വിട്ടിരുന്നു. അവർ അവിടുത്തെ എല്ലാ വീടുകളുടെയും 3D പ്രിൻ്റ് അവർ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ 3D പ്രിൻ്റ് എടുത്ത് അവരതിൻ്റെ വിഷ്വൽസ് വീഡിയോ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ വീടുകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന റോക്കറ്റുകളും ബാറ്ററികളും അതുപോലെ തന്നെ മിസൈലുകളും ഒക്കെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതായത് ചുരുക്കത്തിൽ നമ്മൾ ഗാസയിൽ കണ്ടതുപോലെ തന്നെ സാധാരണ ആളുകൾ താമസിക്കുന്നിടത്ത് ഈ തീവ്രവാദികൾ അവിടെ ചെന്ന് ഈ ആളുകളെ ഭീഷണിപ്പെടുത്തി അവരുടെ വീടുകളിലും അവരുടെ ബെഡ്റൂമുകളിലും ഒക്കെ അവരുടെ മിസൈലുകൾ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിന് തീർച്ചയായിട്ടും അതൊരു വലിയ ഭീഷണിയാണ്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രശ്നവും ആ ഭാഗത്തെ ലെബനോനുമായിട്ടില്ലാതെ ഇരുന്ന സ്ഥാനത്താണ് ഹിസ്ബുള്ള ഏകപക്ഷീയമായിട്ട് ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. നമുക്കറിയാം, അവിടെ നിന്നും ഏതാണ്ട് 80,000 ഇസ്രയേലികളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അവരിപ്പോൾ ഇസ്രയേലിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവർ ഹോട്ടലുകളിലൊക്കെ ആയിട്ട് താമസിക്കുകയാണ്. ഒരു രാജ്യവും അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മളുടെ രാജ്യത്ത് ഇപ്പം ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അരുണാചൽ പ്രദേശിലോ ചൈനയുടെയോ അല്ലെ പാകിസ്ഥാൻ്റെയോ സ്ഥിരമായിട്ട് ഏതാണ്ട് 1 വർഷക്കാലമായിട്ട് ദിവസവും 100 കണക്കിന് മിസൈലുകൾ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന സമയത്ത്, ഇന്ത്യയായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇരിക്കുന്ന സമയത്ത് 1 വർഷത്തോളമായിട്ട് 100 കണക്കിന് മിസൈലുകൾ ദിവസവും ആളുകൾ താമസിക്കുന്ന ഇടയിലേക്ക് അയച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ രാജ്യം എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ തീർച്ചയായിട്ടും അത് നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ അവിടെ ആക്രമണം നമ്മൾ അഴിച്ചുവിടും. അത് തന്നെയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സാധാരണക്കാർ മരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാധാരണക്കാരെ മറയാക്കിക്കൊണ്ട് അവരുടെ വീടുകളിൽ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ടാണ് ഇവർ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത്. പല വീഡിയോകളിലും നമ്മൾ കണ്ടു, പല വീടുകളുടെയും ടെറസിൽ നിന്നാണ് റോക്കറ്റ് ലോഞ്ചറുകൾ ചാർജ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ സാധാരണ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവരുടെ വീടുകളിൽ ഈ ആയുധങ്ങൾ സംഭരിച്ചു വെക്കുവത്തക്കവണ്ണം അവർ കാര്യങ്ങൾ ചെയ്യുകയാണ്. അവരത് സമ്മതിക്കുന്നില്ല എങ്കിൽ അവരെ കൊല്ലുകയാണ് അവർ സാധാരണ ചെയ്യാറുള്ളത്. നമുക്കറിയാം തീവ്രവാദികളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ തീവ്രവാദികളെന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ അപ്രകാരമാണ് അവിടുത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഇത് ഇസ്രയേലിന് നശിപ്പിച്ചേ മതിയാകുകയുള്ളൂ. അതിന് മറ്റു വേറൊരു സാഹചര്യവും അവർക്കില്ല എന്ന്, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ യുദ്ധം മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ
നമുക്കറിയാം ചില മൂവ്മെൻറ്റുകൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്രയും ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ എയർ സ്ട്രൈക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എയർ സ്ട്രൈക്കിന് ചില പരിമിതികളുണ്ട്. നമുക്കറിയാം ഒരു ക്ലീനപ്പ്, ഡീപ്പായിട്ടുള്ളൊരു ക്ലീനപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരസേന തന്നെ അവിടെ ഇറങ്ങേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ കരസേന ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ക്ലീനിങ് നമുക്ക് മൊത്തത്തിൽ ഇസ്രയേലിന് ആവശ്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രയേൽ ശക്തമായിട്ട് ഈ എയർ സ്ട്രൈക്ക് നടത്തി അവരുടെ അവരുടെ മിസൈൽ കേപ്പബിലിറ്റിയുടെ സ്ട്രെങ്ത് കുറയ്ക്കുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വാർത്തകൾ അനുസരിച്ച് ഹിസ്ബുള്ളയ്ക്ക് വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ പത്രങ്ങളൊക്കെ പലതും പറയുമെങ്കിലും അവിടെ അവർക്ക് ഉണ്ടായിരിക്കുന്നത് വലിയൊരു നാശനഷ്ടമാണ്. എന്നാലും നമ്മളൊരു കാര്യം ഓർക്കണം, ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന ഒരു പ്രൊഫഷണൽ, ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രൊഫഷണൽ ടെററിസ്റ്റ് ആർമിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം മിസൈലുകളും റോക്കറ്റുകളുമാണ് അവരുടെ കൈവശമുള്ളത്. അപ്പോൾ അതിൽ 10,000, 15,000, 20,000 നശിച്ചു പോയാലും ഇപ്പോഴും അവർക്ക് വളരെ ശക്തമായിട്ടുള്ളതായിട്ടുള്ള ഒരു മിസൈലുകളും റോക്കറ്റുകളും ഉള്ള ഒരു 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 കേപ്പബിലിറ്റി അവർക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ വെൽ ട്രെയിൻഡാണ്, ഇറാൻ്റെ വെൽ ട്രെയിൻഡായിട്ടുള്ള ഒരു സെക്കൻഡ് ആർമി തന്നെയാണ് ഈ ഹിസ്ബുള്ള എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നല്ല ഇൻ്റലിജൻസും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ ഹമാസ് പോലെ അത്ര എളുപ്പമല്ല ഇസ്രയേലിന് ഈ ഹിസ്ബുള്ളയെ നേരിടുക എന്നുള്ളത്. അപ്പോൾ അത് ഇസ്രയേലിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും എത്ര ശക്തരാണ് ഹിസ്ബുള്ള എന്നും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഓരോ ചുവടും വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് നീക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പേജർ അറ്റാക്ക്. അതുപോലെ തന്നെ അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ബോംബാക്രമണമൊക്കെ ഇസ്രയേലിൻ്റെ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ പ്ലാന് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാക്സിമം എയർ സ്ട്രൈക്ക് നടത്തി ഇവരുടെ സ്ട്രെങ്തുകൾ കുറച്ച ശേഷം ഇസ്രയേലിൻ്റെ മിലിറ്ററി അല്ലെങ്കിൽ കാലാൾപ്പട അകത്തേക്ക് കയറുക എന്നുള്ളതാണ്, കരസേന അകത്തേക്ക് കയറുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് വെച്ചിരിക്കുന്നത്. അവരതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയുന്നത് പോലെ അവരുടെ ചീഫ് ആർമി ഓഫീസർ പറഞ്ഞിരിക്കുന്നത് അവരുടെ റിസർവ് ആർമിയെ കൂടി അവർ 2 ബറ്റാലിയനെ കൂടി, ഇസ്രയേലിൻ്റെ 2 ബറ്റാലിയനെ കൂടി റിസർവ് ആർമിയെ കൂടി തിരികെ വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ ട്രെയിനിങ് സെൻറ്ററിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഏത് നിമിഷവും അവിടേക്ക് അല്ലെങ്കിൽ ഈ ലെബനോനിലേക്ക് കരയാക്രമണം നടത്തത്തക്കവണ്ണം പ്രിപ്പയർ ആയിക്കൊള്ളുവാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ എയർ സ്ട്രൈക്ക് ഏകദേശം ഒന്ന് പൂർത്തിയായതിനു ശേഷം തീർച്ചയായിട്ടും ഇസ്രയേലിൻ്റെ കരസേന അവിടേക്ക് മാർച്ച് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ അക്കാര്യത്തിൽ ഉണ്ടായില്ല എങ്കിൽ, ലോകരാജ്യങ്ങളുടെ ഇടപെടൽ കാരണം എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇസ്രയേൽ അങ്ങോട്ട് ആക്രമണം നടത്തുമെന്നുള്ളത് ഏതാണ്ട് നമുക്ക് 99% പറയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം, ഇതിനോടനുബന്ധിച്ച് ഹിസ്ബുള്ളയുടെ ഏതാണ്ട് മെയിൻ എല്ലാ നേതാക്കളും ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നസറുള്ളയും അതിന് തൊട്ടു താഴെയുള്ളതായിട്ടുള്ള ഏതാണ്ട് ഒരു കമാൻഡറും മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ബാക്കി ആ ചെയിനിലുള്ള മെയിൻ എല്ലാ കമാൻഡർമാരെയും ഇസ്രയേൽ ഓൾറെഡി കൊന്നുകളഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കാണിക്കുന്ന വലിയൊരു കാര്യം, ഇസ്രയേലിന് വളരെ ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് ലെബനോനിലും സിറിയയിലും ഉണ്ട്. ഞാനിത് നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. ഇവർക്ക് ഇൻ്റലിജൻസ് സ്വല്പം വീക്കായിരുന്നത് ഗാസയിലായിരുന്നു. അതിൻ്റെ തിക്തഫലമാണ് അവരവിടെ നിന്നും അനുഭവിച്ചത്. എന്നാൽ സിറിയയിലും ലെബനോനിലും ഇസ്രയേലിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇസ്രയേൽ ഓരോ നിമിഷവും അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എത്ര ഡീപ്പായിട്ടും ഷാർപ്പായിട്ടും ഇസ്രയേലിനെ അവരുടെ ടോപ്പ് കമാൻഡർമാരെ ആക്രമിക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ഓർക്കണം, നമ്മൾ പലപ്പോഴും ഇസ്രയേലിനെ ഒരു അത്ഭുതമായിട്ട് കാണാറുണ്ട്. ഇത്ര ചെറിയൊരു രാജ്യം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അവരുടെ ആ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു കഴിവാണെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്ക് ഓരോ മുക്കും മൂലയിലും ഈ സിറിയയിലും ലെബനോനിലും ഈ ഹിസ്ബുള്ളയും മറ്റ് ആളുകളൊക്കെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വളരെ വ്യക്തമായിട്ടും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഞാൻ നേരത്തെ വീഡിയോയിൽ ഓർപ്പിച്ചതാണ്, ഇതിൻ്റെയൊക്കെ പുറകിൽ
കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇസ്രയേൽ ഏതാണ്ട് 7 പോർമുഖമാണ് ഒരേ സമയത്ത്, നമ്മുടെ മാധ്യമങ്ങളൊക്കെ 2, 3 എന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ 7 പോർമുഖമാണ് ഇസ്രയേൽ ഒരേ സമയത്ത് തുറന്നിരിക്കുന്നത്. ഇറാഖിൽ നിന്നും സിറിയയിൽ, അതുപോലെ തന്നെ ഗാസയിൽ തന്നെ 2 പോർമുഖം ഉണ്ടെന്ന്, വെസ്റ്റ് ബാങ്കിലും ഉണ്ടെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ വിപുലമായിട്ടില്ലെങ്കിൽ പോലും അവിടെ നിന്നും ഭീഷണിയുണ്ട് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലെബനോനിൽ, അതുപോലെ തന്നെ ഇറാനുമായിട്ട് നേരിട്ട് തന്നെ ഇങ്ങനെ പല വിധത്തിലുള്ളതായിട്ടുള്ള പോർമുഖമാണ് ഈ ഒരു ചെറിയ രാജ്യം തുറന്നിരിക്കുന്നതെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവരോടെല്ലാം ഇസ്രയേൽ ഒറ്റയ്ക്ക് എതിർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്നതായിട്ടുള്ള ഒരു സംഭവം, ഹിസ്ബുള്ളയുടെ അവരുടെ മിസൈൽ ടെൽ അവീവിലേക്ക് ആദ്യമായിട്ട് അവർ തൊടുത്തുവിടുകയുണ്ടായി. എന്നാൽ ഇസ്രയേലിൻ്റെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നതായിട്ടുള്ള ആൻറ്റി മിസൈൽ അതിനെ തകർത്ത് കളയുണ്ടായി ആകാശത്ത് വെച്ച്. അവർ പറഞ്ഞത് അത് മൊസാദിൻ്റെ കേന്ദ്രത്തിലേക്കാണ് അത് അയച്ചത് അല്ലെങ്കിൽ ആക്രമിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെയൊന്നും അല്ല ഞങ്ങളുടെ മൊസാദിൻ്റെ കേന്ദ്രം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ച് അവിടെ നാശനഷ്ടമൊന്നും ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഇറാഖിൽ നിന്നും ഒരു ഡ്രോൺ വന്ന് ഇസ്രയേലിൻ്റെ ചില ഭാഗങ്ങളിൽ വീഴുകയും ചിലർക്ക് പരിക്കുണ്ടാകുവാൻ 2 പേർക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഒരു ഡിസ്ട്രോയിഡ് കപ്പലിനെ ആക്രമിക്കുവാൻ ഒരു ഡ്രോൺ വരികയുണ്ടായി. അതും ഇറാഖിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, മറ്റൊരു പോർമുഖം കൂടി ചിലപ്പോൾ തുറക്കത്തക്കവണ്ണമുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നോക്കണം, ഒരു കാര്യവുമില്ലാതെയാണ് ഇറാഖിൽ നിന്നൊക്കെയുള്ള ആക്രമണം ഇസ്രയേലിനെതിരെ വരുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയും ഇസ്രയേൽ എല്ലാവരെയും ആക്രമിക്കുന്നതെന്ന്. നോക്കുക, ഇവിടെ ഇസ്രയേൽ ഇറാഖുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നോക്കുക, ഇസ്രയേലിലേക്ക് ഇറാഖിൽ നിന്നും ഡ്രോണുകൾ വരികയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു രാജ്യം എന്താണ് ചെയ്യുന്നത്? അവരെ തിരിച്ചാക്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് ഓപ്ഷന്. അപ്പോൾ ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് വളരെ 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 അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ഈ യുദ്ധം മുൻപോട്ട് വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നാശനഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ വിധത്തിലാണ് ഇപ്പോൾ യുദ്ധം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം താമസിക്കാതെ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ കരയുദ്ധത്തിലേക്ക് കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രയേൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ഇറാന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, ഇറാൻ്റെ ക്രൗൺ ജുവലാണ് ഹിസ്ബുള്ള നശിച്ചു കാണുവാൻ ഇറാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഹിസ്ബുള്ളയെ വിട്ടുകൊടുക്കും എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കില്ല. അവരെന്ത് വില കൊടുത്തും ഹിസ്ബുള്ളയെ സേവ് ചെയ്യുവാൻ വേണ്ടി അവർ ശ്രമിക്കും. കാരണം നമ്മളിത് ഒരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോർക്കും ഈ ഹിസ്ബുള്ള എന്തിനാണ് ഇറാൻ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളൊരു കാര്യം ഇതിന് പുറമോട്ട് ഇറങ്ങി ചിന്തിക്കണം. ഇറാൻ്റെ അന്തിമ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജൂവിഷ് അല്ലെങ്കിൽ ഈ ഇസ്രയേലിനെ നശിപ്പിച്ച് കളയുക, ഭൂമുഖത്തു നിന്ന് നശിപ്പിച്ച് കളയുക എന്നുള്ളത് അവരൊരു പ്രതിജ്ഞയാണ്. കൂടാതെ തന്നെ അതിനവർക്ക് അണ്വായുധം ആവശ്യമായിട്ടിരിക്കുന്നു. അത് നമുക്കറിയാം. ഏതാണ്ട് അതിൻ്റെ അണ്വായുധം കണ്ടുപിടിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ആ രീതിയിൽ ആയുധം ശേഖരിക്കത്തക്കവണ്ണം ഇറാൻ അടുത്തെത്തിയിരിക്കുകയാണെന്നാണ് പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇറാൻ ഒരു ഭയമുണ്ട്, ഇസ്രയേൽ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള ഈ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ആക്രമിക്കുമോ എന്ന് അവർക്ക് വളരെ ഭയമുണ്ട്. അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുവാൻ ഹിസ്ബുള്ളയെ അവർ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട്, ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് അവരിതിന് ചെല്ലും ചെലവും കൊടുത്ത് ആ രീതിയിലാണ് ഹിസ്ബുള്ളയെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു അന്തിമ യുദ്ധം വരുമ്പോൾ ഹിസ്ബുള്ളയാണ് അവരുടെ തുറുപ്പുചീട്ട്. ആ രീതിയിലാണ് അവരെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ 20 വർഷത്തെ ഈ ഇറാൻ്റെ ഈ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ചെലവഴിച്ച പണങ്ങളും ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവർ സഹിച്ചതായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പേരിൽ ഇവർക്ക് ഇറാനും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ നശിച്ചു പോവുക എന്നുള്ളത് ഇറാന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവരെ എന്ത് വില കൊടുത്തും ബാക്കപ്പ് ചെയ്യുവാൻ വേണ്ടി അവർ ശ്രമിക്കും. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം
കഴിഞ്ഞ ദിവസം അമേരിക്കൻ സീക്രട്ട് സർവീസ് ട്രംപിൻ്റെ ക്യാമ്പയിനോടുള്ള ബന്ധത്തിൽ പറയുകയുണ്ടായി, ഇറാൻ ശ്രമിക്കുന്നുണ്ട്, ഇറാൻ്റെ പല ഗ്രൂപ്പുകളും ശ്രമിക്കുന്നുണ്ട് ട്രംപിനെ ഇല്ലാതാകാൻ. നമുക്കറിയാം, ട്രംപിന് 2 വധശ്രമത്തിൽ നിന്നാണ് ട്രംപ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയുവാൻ സാധിക്കും. അപ്പോൾ ഇറാൻ ആണ് അതിൻ്റെ പുറകിലെന്ന് ഈ അമേരിക്കൻ സീക്രട്ട് സർവീസ് ട്രംപിനെ അറിയിക്കുകയുണ്ടായി. നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ഇറാൻ്റെ പ്രസിഡൻ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്കിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ആ മീറ്റിംഗ് നടക്കുകയാണ്, അവിടെ അഭിസംബോധന ചെയ്യുകയാണ്. ട്രംപ് തൻ്റെ ട്വീറ്റിൽ കൂടി പറയുകയുണ്ടായി, ഒരു ഫോർമർ പ്രസിഡൻറ്റിനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ച ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് ഇവിടെ നമ്മുടെ രാജ്യത്ത് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ അത് വളരെ തമാശയായിട്ട് തോന്നി. ഇവിടെ ഒരു ഫോർമർ പ്രസിഡൻറ്റിന്, അമേരിക്കൻ പ്രസിഡൻറ്റിന് സുരക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നില്ല, എന്നാൽ ആ പ്രസിഡൻറ്റിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന് എല്ലാ സുരക്ഷയും ഇവിടെ ഒരുക്കുന്നു എന്നുള്ള വളരെ തമാശയായിട്ടുള്ള ഒരു ട്വീറ്റ് കാണുവാൻ തക്കവണ്ണം ഏത് തമാശയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് വളരെ എത്രയോ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതാണ് അമേരിക്കൻ രാഷ്ട്രീയം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ് അത് എൻ്റെ വീഡിയോകളിൽ. ഈ ലെഫ്റ്റ് വിങ് റാഡിക്കൽ ഇസ്ലാം ഇത് പല വെസ്റ്റേൺ രാജ്യങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ പോളിസികളും അവരുടെ പല കാര്യങ്ങളും ആ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ പോലും അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ലേറ്റസ്റ്റായിട്ട് വന്ന ന്യൂസ് അമേരിക്ക പല ആയുധങ്ങളും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ന്യൂസുകളിൽ എത്രത്തോളം വരുന്നുണ്ടെന്നറിയില്ല. ഈ ലേറ്റസ്റ്റായിട്ട് അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പും അവരത് തന്നെ ചെയ്തു, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വീണ്ടും അവരത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇതാണ് ഈ വെസ്റ്റേൺ കൺട്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയും അമേരിക്ക ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്നു. ശരിയാണ്, കാരണം ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവർ സഹായിക്കാറുണ്ട്, തീർച്ചയായിട്ടും ആയുധം കൊടുത്ത് സഹായിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും സഹായിക്കുമ്പോഴും പുറകിൽ നിന്ന് അമേരിക്ക കുത്തുന്ന പണി ഇസ്രായേലിനോട് ചെയ്യാറുണ്ട് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. അതിനിയും കൂടുതൽ അത് ഉണ്ടാകുവാൻ പോകുന്നതേ ഉള്ളൂ. ഇൻ കേസ് കമല ഹാരിസ് ആണ് അമേരിക്കയിൽ വിജയിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത വർഷം ഇസ്രയേലിന് ഇപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സപ്പോർട്ട് വളരെ കുറയുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, അത് അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതാണ് വെസ്റ്റേൺ രാജ്യങ്ങളിലെ ഒരു പോളിസിയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് പല പോളിസികളും, അമേരിക്കയുടെ പോളിസികളും കാണുന്നത്. ഇപ്പോൾ ഈ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിലായിക്കോട്ടെ, ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിലായിക്കോട്ടെ, പലതും ഡിലേ ആകുവാനും ഈ യുദ്ധം പല രീതിയിലും ഇസ്രയേലിന് ചെറിയ രീതിയിലാണെങ്കിൽ പോലും നഷ്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ കാരണം അമേരിക്കയുടെ പല പോളിസികളുമാണ്. കാരണം പല രീതിയിലും ഇസ്രയേലിൻ്റെ കൈകൾ കെട്ടിയിട്ടിട്ടാണ് അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ അധികം താമസിക്കാതെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.